അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്നാൽ, യേശു തൊട്ടാൽ, യേശു വന്നാൽ, യേശു തൊട്ടാൽ പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നു പോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. TV പ്രേക്ഷക സംഗമം കട്ടപ്പനയിൽ മെയ് 15 രാവിലെ 10:30 മുതൽ. സ്ഥലം കട്ടപ്പന മുനിസിപ്പൽ ടൗൺ ഹാൾ, ഐശ്വര്യ തിയേറ്ററിന് സമീപം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ മെയ് 16 രാവിലെ 10:30 മുതൽ. സ്ഥലം കമ്മ്യൂണിറ്റി ഹാൾ, നെഹ്റു നഗർ, കുരിയച്ചിറ, തൃശൂർ. TV പ്രേക്ഷക സംഗമം കോട്ടയത്ത് മെയ് 22 രാവിലെ 10:30 മുതൽ. സ്ഥലം മാമൻ മാപ്പിള ഹാൾ, കോട്ടയം. TV പ്രേക്ഷക സംഗമം പാലക്കാട് മെയ് 23 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തി മഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിനു സമീപം, നൂറണി. TV പ്രേക്ഷക സംഗമം കാട്ടാക്കട മെയ് 29 രാവിലെ 10:30 മുതൽ. സ്ഥലം ദേവി ഓഡിറ്റോറിയം, കാട്ടാക്കട. കർത്താവിൻ്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു രാത്രി കൂടെ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ ഭവനങ്ങളിൽ എത്തുവാൻ കർത്താവിനെ സഹായിച്ചു ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇന്നലെ കേട്ടതിൻ്റെ തുടർച്ചയായ ഭാഗങ്ങളാണ്. ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുന്നതെന്നാണ്. ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുമ്പോൾ എന്നിൽ ഒത്തിരി പ്രത്യേകതകളുണ്ടാവുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നിൽ വസിക്കുകയാണ്. ആ ദിവ്യ സ്വഭാവത്തിന് ഞാനും കൂട്ടാളിയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ദൈവിക ജ്ഞാനവും എന്നിൽ അതോടൊപ്പം വസിക്കുകയാണ്. ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നന്മകളും ജ്ഞാനവും എല്ലാം എന്നിൽ വസിക്കുകയാണ്. എന്നാൽ ആ ജ്ഞാനം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്നത് പലർക്കും അറിയത്തില്ല. അതിൽ നമ്മൾ ബോധമുള്ളവരല്ല. ആ ജ്ഞാനം എന്നിൽ വസിക്കുന്നു എന്നതിൽ. ശലോമോനെക്കുറിച്ച് നമുക്കറിയാം. ശലോമോന് ദൈവം വരമായി നൽകിയതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഇന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് അത് ദൈവം ചിലരുടെ ഉള്ളിൽ കൊടുത്ത ഒരു നന്മയായിട്ട് അല്ലെങ്കിൽ ഒരു വരമായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. എന്നാൽ ആരൊക്കെ ക്രിസ്തുവിൽ വന്നോ, ക്രിസ്തു ആരുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടോ അവരെല്ലാവരും ആ ജ്ഞാനത്തിലും ആയിരിക്കുന്നു എന്നതാണ് ദൈവജനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ രാജാക്കന്മാരുടെ മുൻപിൽ നിൽക്കുമ്പോൾ എന്ത് പറയണമെന്നോർത്ത് ഭയപ്പെടേണ്ട, അത് നിൻ്റെ വായിൽ കർത്താവ് തരുവാനിടയാകും. അത് ജ്ഞാനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ രാജാക്കന്മാരുടെ മുൻപിൽ നിൽക്കുമ്പോൾ പോലും, അല്ല നിങ്ങൾ ഫേസ് ചെയ്യുന്ന അധികാരികളുടെ മുൻപിൽ നിങ്ങളായിരിക്കുമ്പോൾ എന്ത് പറയണമെന്ന് കർത്താവ് നിങ്ങളോട് പറയാം. ഭാരപ്പെടേണ്ട, അത് നിൻ്റെ വായിൽ തരും. ആ ജ്ഞാനത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ സംസാരിക്കുവാനിടയാകും. ഹല്ലേലൂയ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഓരോ ദൈവജനവും എന്നെ ആത്മീയമായി വളർത്തുന്നതാണ്, ഓരോ ബോധ്യത്തിലേക്ക് എന്നെ കൊണ്ടുപോകുന്നതാണ്. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഒന്ന് കരമുയർത്തി ഒന്ന് എഴുന്നേറ്റ് നിന്നൊന്ന് പറഞ്ഞ്, യേശു എൻ്റെ ഉള്ളിൽ വന്നപ്പോ ഞാൻ ദിവ്യ സ്വഭാവത്തിന് ദിവ്യ സ്വഭാവത്തിന് പങ്കാളിയായി. ഒന്ന് പറ, ഞാൻ ദിവ്യ സ്വഭാവത്തിന്, എന്റെ സ്വഭാവം ദിവ്യമായി. ഒന്നോട് പറ, ഉറക്കെ പറ, എന്റെ സ്വഭാവം ദിവ്യമായി.
ഇത് നമ്മുടെ എല്ലാവരുടെയും അകത്തുണ്ട്. ഒന്ന് കരമുയർത്തി പറഞ്ഞേ, ഞാൻ ദിവ്യ സ്വഭാവത്തിന് പങ്കാളിയായി. ഒന്നും കൂടെ പറ, ഞാൻ ദിവ്യ സ്വഭാവത്തിന് പങ്കാളിയായി. ദൈവം പ്രേരിപ്പിക്കുന്ന ആളായി മാറി. ഇതെല്ലാം നമ്മുടെ അകത്തുള്ളതാണ്. കൈയടിച്ചൊരു ആമീൻ പറ. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, അത് ക്രിസ്ത്യൻ മൈൻഡ് സെറ്റിൽ, ക്രിസ്തീയ ബോധ്യത്തിൽ, ക്രിസ്തീയ മനസ്സിൽ നമ്മുടെ അകത്ത് പതിഞ്ഞ കാര്യമാണ്. സ്വഭാവം മാറും, സ്വഭാവം മാറും, സ്വഭാവം മാറും. അത് ക്രിസ്തീയ വിശ്വാസിയുടെ എല്ലാ അകത്തുണ്ട്. അത് പതിഞ്ഞിട്ടുണ്ട് നമ്മുടെ തലയില്. അത് നാളുകളായി ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആരൊക്കെയോ സാക്ഷ്യം പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ആരൊക്കെയോ എന്നോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ സാക്ഷ്യങ്ങൾ എന്നെ കേട്ടിട്ടുണ്ട്. ആളുകൾ സുവിശേഷം പറയുമ്പോൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. യേശു എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ സ്വഭാവം മാറിയതല്ല ഞാൻ ഈ പറയുന്നത്. യേശു എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ദൈവത്തിന്റെ ജ്ഞാനം എൻ്റെ ഉള്ളിൽ വന്നു എന്ന്. അത് ഞാൻ അധികം കേട്ടിട്ടില്ല. അത് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു കാര്യം ബോധ്യത്തിലല്ല. മറ്റേത് എന്നിൽ ഉണ്ടായതും മനസ്സിലായതും എനിക്ക് അക്സെപ്റ്റബിൾ ആണ്. പക്ഷെ ഇത് എൻ്റെ അകത്ത് അക്സെപ്റ്റബിൾ അല്ല. നമ്മുടെ ഉള്ളിൽ തോന്നലുള്ളത് അത് ആർക്കോ കൊടുക്കുന്ന വരമായിട്ടാണ്. ഒന്ന് അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് പറഞ്ഞ്, അത് ആർക്കോ കൊടുക്കുന്ന വരമാണ് ദൈവിക ജ്ഞാനം എന്നാണ് നമ്മുടെ തലയിലുള്ളത്. ദൈവത്തിന്റെ ജ്ഞാനം ആർക്കോ ഉള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സംശയമുണ്ട്. ദൈവത്തിൽ നിന്നുള്ള നീതിയും എന്ന് പറഞ്ഞ ആർക്കോ ഒരാൾക്ക് മാത്രമേ അങ്ങനെയാണെങ്കിൽ നീതിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ വിശുദ്ധീകരണം, ദൈവത്തിൽ നിന്ന് ക്രിസ്തുവിൽ ഇരിക്കുമ്പോൾ വിശുദ്ധീകരണം ആർക്കോ ചിലർക്കുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ വീണ്ടെടുപ്പ് ആർക്കോ ഉള്ളതാണ്. എന്താ ഈ പറയുന്നത്? യേശു ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിച്ചപ്പോ ദൈവത്തിന്റെ ജ്ഞാനമായി എന്നിൽ വസിച്ചു, ദൈവത്തിന്റെ നീതിയായി എന്നിൽ വസിച്ചു, ദൈവത്തിന്റെ വിശുദ്ധീകരണമായി വസിച്ചു, ദൈവത്തിന്റെ വീണ്ടെടുപ്പായി വസിച്ചു. നിങ്ങൾ പറയുക, അത് ആർക്കോ കൊടുക്കുന്നതാണ് ആ ജ്ഞാനമെങ്കിൽ നീതി ആർക്കോ ഉള്ളതാണ്, നിങ്ങൾക്കുള്ളതല്ല. ശുദ്ധീകരണം നിങ്ങൾക്കുള്ളതല്ല, ആർക്കോ ഉള്ളതാണ്. വീണ്ടെടുപ്പ് ആർക്കോ ഉള്ളതാണ്, നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ അങ്ങനെയല്ല. ദൈവം ക്രിസ്തു യേശുവിലൂടെയാണ് എനിക്ക് നീതീകരണം തന്നത്. ഞാൻ നീതിമാനായത്, എനിക്ക് നീതി കിട്ടിയത് ക്രിസ്തു എന്നിൽ വസിച്ചതാണ് എന്ന് നീ സമ്മതിക്കുന്നുവെങ്കിൽ, അതേ നീതി നിന്നിൽ വ്യാപരിച്ചത് ക്രിസ്തു നിന്നിൽ വസിച്ചുകൊണ്ടാണെന്ന് നീ സമ്മതിക്കുന്നുവെങ്കിൽ, നിങ്ങളിൽ ദൈവത്തിന്റെ ജ്ഞാനവും അവൈലബിൾ ആണ്. ഓ, ഇതൊരു വലിയ കാര്യമാണ്. ഒന്ന് കൈ അടിച്ചൊരു ആമീൻ പറഞ്ഞ്. സനലെ, നീ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ നീതി നിന്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന്? ജസ്റ്റിൻ ബ്രദറെ, വിശ്വസിക്കുന്നു? എങ്ങനെയാ നീതി നിന്റെ ഉള്ളിൽ വന്നത്? യേശു എൻ്റെ ഉള്ളിൽ വന്നപ്പോഴാണ് എൻ്റെ ഉള്ളിൽ നീതി ഉണ്ടായത്. എനിക്കുണ്ടായ നീതിയല്ല, ഞാൻ ചെയ്ത നീതിയല്ല, ക്രിസ്തു എന്നിൽ വസിച്ചപ്പോ എൻ്റെ ഉള്ളിൽ വസിച്ച നീതിയാ. സോളി, നീ എങ്ങനെയാ നീതിമാനായത്? നിന്റെ ഉള്ളിൽ യേശു വസിച്ചതാ അല്ലേ? നീ എങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ടതാ പറയാവോ? നീ നന്നായത് കൊണ്ട് അല്ല, നീ സോപ്പിട്ട് കഴുകിയത് കൊണ്ട് അല്ല, നന്നായി കുളിച്ചതുകൊണ്ട്, ഷാമ്പു ഇട്ടുകൊണ്ട്, അങ്ങനെയാണോ? അല്ല. എങ്ങനെയാ? യേശു എൻ്റെ ഉള്ളിൽ വസിച്ചതാണ് എന്നെ വിശുദ്ധീകരിച്ചത് അല്ലെ? എന്റെ വിശുദ്ധിയുടെ രഹസ്യം യേശു എന്നിൽ വസിച്ചതാണ്. എന്റെ നല്ല സ്വഭാവത്തിന്റെ രഹസ്യം യേശു എന്നിൽ വസിച്ചതാണ്. എന്റെ നീതിയുടെ രഹസ്യം യേശു എന്നിൽ വസിച്ചതാണ്. അല്ല, എന്റെ വീണ്ടെടുപ്പിന്റെ രഹസ്യം യേശു എന്നിൽ വസിച്ചതാണ്. അത് ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷെ നമ്മുടെ അകത്ത് അംഗീകരിക്കാതെ കിടക്കുന്ന കാര്യം, യേശു എൻ്റെ ഉള്ളിൽ വസിച്ചതാണ്, ദൈവത്തിന്റെ ജ്ഞാനം എനിക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. യേശു ബ്രദറെ, ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ, എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഇതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തത്? അതിന്റെ കാരണം, നീതീകരണം എന്ന് പറയുന്നത് ആളുകൾ പ്രസംഗിച്ചു, വിശുദ്ധീകരണം എന്ന് പറയുന്നത് ആളുകൾ പ്രസംഗിച്ചു, വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് ആളുകൾ പ്രസംഗിച്ചു. പക്ഷെ ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിച്ചാൽ ദൈവത്തിന്റെ ജ്ഞാനം എനിക്കുണ്ട് എന്ന് ഞാൻ കേട്ടില്ല, പ്രസംഗിച്ചില്ല, മനസ്സിലാക്കിയില്ല. പക്ഷെ ദൈവത്തിന്റെ ജ്ഞാനം നിനക്ക് അവൈലബിൾ ആണ്. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറ, നീ ബോഷനായി ജീവിക്കണ്ട, അറിവില്ലാത്തവനായി ജീവിക്കണ്ട, കഴിവില്ലാത്തവനായി ജീവിക്കണ്ട. സ്വർഗത്തിന്റെ സകല ജ്ഞാനവും നിന്റെ അകത്ത് വസിക്കുകയാണ്. ഒന്ന് പറയാവോ? ശലോമോനേക്കാൾ വലിയവൻ. ഒന്ന് പറഞ്ഞേ, ശലോമോനേക്കാൾ വലിയവൻ എന്റെ ഉള്ളിൽ നിന്ന് വസിക്കുന്നേ. ശലോമോനേക്കാൾ വലിയവൻ എന്റെ ഉള്ളിൽ നിന്ന് വസിക്കുന്നേ. ശലോമോനേക്കാൾ വലിയവൻ. ഒന്ന് പറഞ്ഞേ, ശലോമോനേക്കാൾ വലിയവൻ. ഒന്ന് പറഞ്ഞേ, ശലോമോനേക്കാൾ വലിയവൻ
ശലോമോനേക്കാൾ വലിയവൻ എന്റെ ഉള്ളിൽ നിന്ന് വസിക്കുന്നേ. ശലോമോനേക്കാൾ വലിയവൻ, ശലോമോനേക്കാൾ വലിയവൻ എന്റെ ഉള്ളിൽ വസിക്കുവോ? ശലോമോന് ജ്ഞാനം കൊടുത്തവൻ ഇന്നിപ്പോ എന്റെ ഉള്ളിൽ വസിക്കുവോ? നിങ്ങൾ ചാടാൻ തുള്ളി ചാടാൻ തോന്നാത്തെ? ശലോമോനെ കുറച്ച് കൊടുത്തയാള് കൊടുത്തയാള് മുഴുവനായിട്ട് എന്റെ ഉള്ളിൽ വന്നിട്ട് പറയുവാ, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞേ. ഞാൻ നിന്റെ കൂടെയുണ്ട്. ശലോമോന് കൊടുത്ത ജ്ഞാനത്തെക്കാൾ കൂടുതലായി എനിക്ക് നിനക്ക് തരുവാൻ പറ്റും എന്ന് പറഞ്ഞേ. ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്. ശലോമോന് കൊടുത്ത ജ്ഞാനം കൊടുത്ത ആൾ ഇപ്പൊ ആരുടെ ഉള്ളിൽ വസിക്കുവോ? നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എന്റെ നീതി എന്ന് പറയുന്നത് എന്റെ നീതിയല്ല, ക്രിസ്തു എന്റെ ഉള്ളിൽ വസിച്ചതാണ് എന്റെ നീതിയുടെ കാരണം? സമ്മതിക്കാവുന്നവരൊന്ന് കൈയടിച്ചേ. അടുത്തിരിക്കുന്നവരോട് പറ, ഞാൻ ഇന്ന് കൊണ്ടു നടക്കുന്ന നീതി, ഞാൻ നീതിമാനായത്, ഞാൻ നീതീകരിക്കപ്പെട്ടത് ക്രിസ്തു എന്നിൽ നീതിമാനാക്കിയതാണ്. ക്രിസ്തു എന്നെ നീതിമാനാക്കിയതാണ്. ഞാനത് വിശ്വസിക്കുന്നു. അപ്പൊ നീതി എന്റെ ഉള്ളിൽ വസിക്കുന്ന നീതി ആര് തന്ന നീതിയാ? പക്ഷെ അതേ വാചകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്, ദൈവം എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ജ്ഞാനം പകർന്നിരിക്കുക, ക്രിസ്തു ആകുന്ന ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നുണ്ട്, വേറൊരു കാര്യം ഞാൻ സമ്മതിക്കുന്നില്ല. എന്നവരൊക്കെ പറഞ്ഞേ, ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നുണ്ട്, ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നുണ്ട്, പക്ഷെ വേറൊരു കാര്യം ഞാൻ സമ്മതിക്കുന്നില്ല. ഞാൻ എന്നാ മണ്ടത്തരമായി ചെയ്യുന്നേ? ഒന്ന് പറഞ്ഞേ, ഞാൻ എന്നാ മണ്ടത്തരവാ പറയുന്നേ? വീണ്ടെടുപ്പ് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, നീതീകരണം ഞാൻ വിശ്വസിക്കുന്നുണ്ട്, എന്റെ വിശുദ്ധീകരണവും ഞാൻ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ എന്ത് വിശ്വസിക്കുന്നില്ല? നമ്മൾ പറയും ജ്ഞാനം കാണണ്ടേ എന്ന് പറഞ്ഞ ജ്ഞാനം കാണണ്ടേ, അത് കാണുന്നില്ല. അങ്ങനെ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല, എനിക്ക് ജ്ഞാനിയായിട്ട് അങ്ങനെ തോന്നുന്നില്ല. സഹോദര, നീ വിശ്വസിക്കുന്ന അനുസരിച്ച് നിന്നിൽ അത് വെളിപ്പെടാനായി തുടങ്ങും. ലവ് യു ജീസസ്, ലവ് യു ജീസസ് എന്ന് പറഞ്ഞ് ഞാനത് വിശ്വസിക്കുന്ന അനുസരിച്ച് എന്നിൽ അത് വർദ്ധിക്കാനായി തുടങ്ങും. ഒന്നുകൂടെ പറ, ഞാനത് വിശ്വസിക്കുന്ന അനുസരിച്ച് എന്നിൽ അത് വർദ്ധിക്കാൻ തുടങ്ങും. ഉറക്കെ പറ, എന്നിൽ ക്രിസ്തുവിന്റെ ജ്ഞാനമുണ്ട്. ഒന്ന് പറ, എന്നിൽ ക്രിസ്തുവിന്റെ ജ്ഞാനമുണ്ട്, എന്നിൽ ക്രിസ്തുവിന്റെ ജ്ഞാനമുണ്ട്. ശലോമോനേക്കാൾ വലിയ ജ്ഞാനം, ശലോമോനേക്കാൾ വലിയ ജ്ഞാനം. ഒരിക്കൽ കൂടെ, എന്നിൽ ക്രിസ്തുവിന്റെ ജ്ഞാനമുണ്ട്, എന്നിൽ ക്രിസ്തുവിന്റെ ജ്ഞാനമുണ്ട്. ഓ ശലോമോനേക്കാൾ വലിയ ജ്ഞാനം. ഒരിക്കൽ കൂടെ, ശലോമോനേക്കാൾ വലിയ ജ്ഞാനം. ഒരിക്കൽ കൂടെ, എന്നിൽ ക്രിസ്തുവിന്റെ ജ്ഞാനമുണ്ട്, എന്നിൽ ക്രിസ്തുവിന്റെ ജ്ഞാനമുണ്ട്. എന്റെ കൂടെ പാടാനുണ്ടോ? ഒന്ന് പറഞ്ഞേ, കൺഫസ് ചെയ്തേ. ഓ എന്നിൽ ക്രിസ്തുവിന്റെ ജ്ഞാനമുണ്ട്, എന്നിൽ ക്രിസ്തുവിന്റെ ജ്ഞാനമുണ്ട്. ശലോമോനേക്കാൾ വലിയ ജ്ഞാനം, ശലോമോനേക്കാൾ വലിയ ജ്ഞാനം. യേശു എന്നിൽ വന്ന നാളിൽ എന്റെ ഉള്ളിൽ ജ്ഞാനം വന്നു എന്ന് ഞാൻ ഇന്നറിയുന്നേ. ഓ യേശു എന്റെ ഉള്ളിൽ വന്ന നാളിൽ എന്റെ ഉള്ളിൽ ജ്ഞാനം വന്നേ. ഹല്ലേലൂയ. സൗരങ്ങളെ നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് വരട്ടെ. നമ്മൾ പറ, ഒന്ന് സ്വയം പറഞ്ഞ്, എന്റെ ഉള്ളിൽ ക്രിസ്തു ദൈവത്തിന്റെ ജ്ഞാനമുണ്ട്. യേശു എന്റെ ഉള്ളിൽ വന്ന ദിവസം മുതൽ ദൈവത്തിന്റെ ജ്ഞാനം എന്റെ ഉള്ളിൽ അവൈലബിൾ ആണ്, എന്റെ ഉള്ളിൽ അവൈലബിൾ ആണ്, എന്റെ ഉള്ളിൽ അവൈലബിൾ ആണ്. യേശു പറഞ്ഞൊരു വാചകം അറിയാവോ? ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അതിന് 10 മുതലുള്ള വാക്യങ്ങൾ കർത്താവ് പറയുക, നിങ്ങൾ ന്യായാധിപന്മാരുടെ മുമ്പിലോ രാജാക്കന്മാരുടെ മുമ്പിലോ നിൽക്കുമ്പോ എന്ത് പറയണമെന്ന് ചിന്തിക്കേണ്ട. അടുത്തിരിക്കുന്നവരോട് പറ, ഇന്റർവ്യൂവിനെ ഫേസ് ചെയ്യുമ്പോ, പരീക്ഷ നടക്കുമ്പോ എന്തെഴുതണമെന്ന് ചിന്തിക്കേണ്ട.
എന്തെഴുതണമെന്ന് അയ്യോ ബ്രദറെ, പഠിക്കാതെ പോയാ മതിയോ? എന്തെഴുതണമെന്ന് ചിന്തിക്കേണ്ട, എന്ത് പറയണമെന്ന് ചിന്തിക്കേണ്ട. എന്നിട്ട് പറയുവാ, നിങ്ങൾ അതിനെ കുറിച്ച് ടെൻഷൻ ആകുകയേണ്ട. എന്റെ പിതാവിന്റെ ആത്മാവ് ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ അത് തരുവാൻ ശക്തനാണ്. എന്നിട്ട് പറയുക, മനുഷ്യർക്ക് എതിർക്കുവാനോ ചെറുക്കുവാനോ കഴിയാത്ത ജ്ഞാനം നിങ്ങളുടെ അകത്തുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് ഞാൻ പറഞ്ഞതല്ല. ന്യായാധിപന്മാരുടെ മുമ്പിൽ നിൽക്കുമ്പോ ജസ്റ്റിന്റെ ചോദ്യം, എങ്ങനാ സംസാരിക്കേണ്ടതെന്ന് അറിയാവോ? അറിയത്തില്ല. ഞാന് മസ്കറ്റിൽ സമയത്ത് പോയപ്പോ അവിടുത്തെ ഒരു രാജാവിനെ കാണാൻ, രാജാവിലെ റോയൽ ഫാമിലിയിൽ പോകാൻ, രാജാവിനെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ, റോയലായി എന്ന് പറഞ്ഞാൽ രാജകുടുംബത്തിൽ ഒരാളെ വീട്ടിൽ പോയി. എൻ്റെ ദൈവമേ, നമ്മൾ വീട്ടിൽ കയറാന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും വീടാണോ ലോഡ്ജാണോ ഹോട്ടലാണോ ഒരു പിടിയും കിട്ടത്തില്ല. അത് ഒരു നമ്മുടെ വീടിന്റെ എല്ലാം കൂടെ വലിപ്പത്തിലാ അതിനെ ആദ്യത്തെ ഉമ്മർ എന്ന് പറയുന്നത്. അത് അവിടുന്ന് 4-5 വരി തിരിഞ്ഞ് വഴി തെറ്റി പോയി കഴിഞ്ഞാൽ അവസാനം ഞാനൊരു മുറി ചെന്ന് കയറി. അവിടെയാണ് ആളുകൾ ഇരിക്കുന്നത്. ആ മുറി തന്നെ എന്ന് പറഞ്ഞാൽ ഒരു 10,000-4,000 സ്ക്വയർ ഫീറ്റ് വലിപ്പെങ്കിലും കാണും. ഒരു 25 സെറ്റ് 25-30 സെറ്റ് ടീപ്പോ കിടപ്പുണ്ട് അവിടെ. ടീപ്പോ അല്ല, എന്ത് പറയുന്നത്, സോഫ കിടപ്പുണ്ട്. അങ്ങ് കിടക്കുക. ഒരു 250 പേർക്ക് അതിനകത്തിരിക്കാം. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ ശ്വാസം പോകും കേട്ടോ. പുള്ളി വരുക, അതിൻ്റെ കൂടെ 2 പരിവാരങ്ങളുണ്ട്. അദ്ദേഹം വന്ന് അവിടെ നിന്നു. എൻ്റെ കൂടെ കൊണ്ടുപോയ മാത്യു ബ്രദർ പറഞ്ഞു, അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഞാൻ ആദ്യത്തിൽ എൻ്റെ വായു വലിയ താനും വരുമോ, നമുക്ക് സാറേന്ന് വിളിച്ചാൽ പിടികിട്ടും, ചേട്ടാന്ന് മനസ്സിലാവും. ചേട്ടാ, നമ്മൾ രാജാവിനെ ചെന്നിട്ട് ചേട്ടാ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ബ്രദറേന്നേ വരത്തുള്ളൂ. അപ്പോൾ രാജാവിനെ കയറി ബ്രദറേന്ന് വിളിക്കുക നോക്കൂ. എൻ്റെ ദൈവമേ, നമ്മുടെ നിലയിൽ അങ്ങനെയൊക്കെ വരത്തുള്ളൂ. പക്ഷേ ഹൈനസ് എന്ന് പറയണം, തുടങ്ങേണ്ട വാക്കാണ് അതാണ് എന്ന് പറഞ്ഞ ബഹുമാനനായ രാജാവെന്ന് ഒരു വാക്കിൻ്റെ തലയിലൂടെ പോരുന്നില്ല. അത് പറഞ്ഞേ തുടങ്ങാവൂ. തുടങ്ങുമ്പോൾ ഭവ്യതയോടെ ഇങ്ങനെ സംസാരിക്കും, നമുക്കൊരു പിടിയുമില്ല. സോളി ഇവിടെ യേശു പറഞ്ഞു കണ്ടോ അറിയോ, നിങ്ങൾ രാജാസന്നിധിയിൽ നിൽക്കുമ്പോൾ, ന്യായാധിപന്മാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്താ പറയേണ്ടതെന്ന് ചിന്തിക്കേണ്ടെന്ന്. ആ ലാംഗ്വേജ് മുഴുവൻ എൻ്റെ കൈ കാണുമെന്ന്. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറയാവോ? നീ എങ്ങനെയാണ് റെസ്പെക്ട്ഫുള്ളായി സംസാരിക്കേണ്ടത്, എവിടെയാണ് ആരംഭിക്കേണ്ടത്, എവിടെയാണ് അവസാനിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് തുടങ്ങേണ്ടത്, ഏത് വാക്കുകളിലൂടെയാണ് അവതരിപ്പിക്കേണ്ടത്, അവതരിപ്പിക്കുന്ന ശൈലി ഇതാകണം. ഒരു രാജാവിന് പ്രീതിയുള്ള രീതിയിൽ എങ്ങനെ സംസാരിക്കാം, രാജാവിനോട് എങ്ങനെ തർക്കിക്കാം. അയ്യോ എൻ്റെ ദൈവമേ, ഈ സാധനം മുഴുവൻ എൻ്റെ അകത്ത് വരുമെന്ന്. ഇതൊരു ഭയങ്കര കാര്യമാട്ടോ. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ജ്ഞാനം യേശുവിൽ അല്ലെങ്കിൽ ദൈവത്തിൽ വന്ന നിമിഷം മുതൽ, ഈ ക്രിസ്തുവിലേക്ക് വന്ന നിമിഷം മുതൽ ദൈവത്തിന്റെ ജ്ഞാനം എൻ്റെ അകത്ത് അവൈലബിൾ ആണ്. പിതാവിന്റെ ശബ്ദമായി അത് വെളിപ്പെട്ട് വരും. ഒന്ന് കൈയടിച്ചൊരു ആമീൻ പറ, ഒന്ന് ചേർന്ന് പറ. അതുകൊണ്ടാണ് സ്റ്റെഫാനോസിനെ നോക്കിയിട്ട് ആളുകൾ പറഞ്ഞത്, അവൻ സംസാരിച്ച ജ്ഞാനത്തോടും വാക്കുകളോടും ആർക്കും എതിർത്തു നിൽക്കാൻ കഴിഞ്ഞില്ല. ഒന്ന് ചേർന്ന് കൈയടിച്ചൊരു ആമീൻ പറ. നിങ്ങൾ സംസാരിക്കുന്ന വാക്കിനോട്, നിങ്ങൾ സംസാരിക്കുന്ന ജ്ഞാനത്തോട് ഒരു മനുഷ്യന് എതിർക്കാൻ കഴിയത്തില്ല. ഓ ലവ് യു ജീസസ്. നിങ്ങൾക്കറിയാവോ ജോഷുവോട് കർത്താവ് പറഞ്ഞത്, നിന്റെ ജീവിതകാലത്ത് ഒരു നാളും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കത്തില്ല. അതിന്റെ കാരണം എന്തുവാ? എന്റെ വചനം നിന്റെ വായിൽ നിന്ന് പോകരുത്. ഒന്ന് ചേർന്ന് കൈയടിച്ചൊരു ആമീൻ പറ. അവന്റെ വചനം നിന്റെ വായിൽ വന്ന നിന്റെ വാക്കുകളിൽ ദൈവിക ജ്ഞാനം വെളിപ്പെട്ടു വരും. കൈയടിച്ചൊരു ആമീൻ പറ. ഒരാളും നിന്റെ മുമ്പിൽ നിർന്നു നിൽക്കത്തില്ല. ഒരാളും നിന്റെ മുമ്പിൽ നിർന്നു നിൽക്കത്തില്ല. യെരമ്യാവിനോട് കർത്താവ് പറഞ്ഞു, നിന്റെ വായിൽ എന്റെ വചനം ഞാൻ വെക്കുകയാണ്. ഇനി നീ ബാലൻ എന്ന് പറയരുത്. നിന്റെ വാക്കുകളിൽ അധികാരം വെളിപ്പെടും. ഇടിക്കുവാനും പൊളിക്കുവാനും ഞാൻ നിനക്ക് അധികാരം തരുന്നു. ഇടിക്കുവാനും പണിയുവാനും ഞാൻ നിനക്ക്. സഹോദരങ്ങളെ, ഇറ്റ്സ് ക്വൈറ്റ് ബിഗ് തിങ്. എപ്പോഴാണോ ദൈവവചനം എൻ്റെ അകത്ത് വന്നത്, അല്ലെങ്കിൽ വേറെ ഭാഷയിൽ പറഞ്ഞ വചനം ജഡം ധരിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി എൻ്റെ ഉള്ളിൽ എപ്പോഴാണോ രക്ഷിക്കപ്പെട്ട വന്നത്, അന്നു മുതൽ ദൈവത്തിന്റെ സകല ജ്ഞാനവും എൻ്റെ ഉള്ളിൽ വസിക്കുകയാണ്. ദൈവജനത്തെ നമുക്ക് കാണാൻ കഴിയും, സ്റ്റെഫാനോസിന്റെ ജ്ഞാനത്തോട് എതിർത്ത് നിൽക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല എന്ന്.
ഒരു വലിയ പണ്ഡിതനായിട്ടൊന്നും സ്തെഫാനോസിനെ പറയുന്നില്ല, പക്ഷേ അവൻ്റെ ജ്ഞാനത്തോട് എതിർത്ത് നിൽക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. ആ ക്രിസ്തു ഇന്ന് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു, ആ ജ്ഞാനം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. എന്ത് സംസാരിക്കണം, എന്ന് സംസാരിക്കേണ്ട, എൻ്റെ ലൈഫിലായിരിക്കുന്ന ഓരോ മേഖലയിലും ഞാൻ എന്ത് തീരുമാനം എടുക്കണം, എങ്ങനെ മുൻപോട്ട് പോകണമെന്നത് ആ ജ്ഞാനം എന്നിൽ പ്രവർത്തിക്കുന്നതനുസരിച്ച് ശരിയായ ദിശയിലേക്ക് പോകുവാനായി കഴിയും. ശരിയായ വാക്കുകൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് വരുവാനിടയാകും. ശരിയായ പ്രവൃത്തിയിൽ ഞാൻ ആയിരിക്കുവാനിടയാകും. ആ ജ്ഞാനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. ഒരു മേഖലയിലും നിങ്ങൾ തോറ്റുപോകത്തില്ല. അത് നിങ്ങളെ ഗൈഡ് ചെയ്യും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. കേരളം സീരിയൽ നമ്പർ 39. ഈ സിസ്റ്ററിന്റെ പേര് ഗംഗ എന്നാണ്. അതെ, കായംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ജോലിക്ക് വേണ്ടി ഒരുപാട് ശ്രമിച്ചിരുന്നു. കഴിഞ്ഞ ഒരു മാസമായിട്ട് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ മിറക്കിൾ സൺഡേയിൽ നമ്മുടെ ചർച്ചിലേക്ക് കടന്നു വന്നു. ബ്രദർ ഈ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. കഴിഞ്ഞ ബുധനാഴ്ച ഗൾഫിൽ ബ്യൂട്ടി സലൂണിൽ ജോലിയിൽ പ്രവേശിക്കുവാൻ ഈ 26-ാം തീയതിയാണ് ഇവരെ ജോലിയിൽ ജോയിൻ ചെയ്യാനായിട്ട്. ദുബായിലോ എവിടെ? മസ്കറ്റിലാണ്. ഒരു കൈയടി കൊടുത്തേ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അവിടെ പോയി നല്ലവണ്ണം ജോലി ചെയ്യാൻ കഴിയട്ടെ. വിദേശത്ത് ബ്യൂട്ടി സലൂണിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞ് കുറച്ച് ഹാർഡ് വർക്കാണ്. എന്നാൽ ഇവൾക്കാനുള്ള കൃപയും കഴിവും ഒക്കെ ദൈവം കൊടുക്കട്ടെ. ഒരു ഹല്ലേലൂയ പറയാത്തതെന്ന്. നമ്മുടെ നാട്ടിലെ ഈ കൊച്ചുങ്ങൾ പിരിയൊക്കെ ത്രെഡ് ചെയ്താൽ കുറച്ച് വേദനിച്ചാലും കുഴപ്പമില്ല. അവിടുത്തെ അറബികൾക്ക് വേദനിച്ചാൽ വഴക്കുണ്ടാക്കും. സോ ഈ മോളുടെ മേലെ ആ ഗ്രേസ് ഉണ്ടാകട്ടെ. നിങ്ങളെന്താ കൈ അടിക്കാത്ത? പേടിക്കല്ലോ കേട്ടോ, അങ്ങനെ പറഞ്ഞോന്നുള്ളേ. ലവ് യു. സീരിയൽ നമ്പർ KLM 41. ബ്രദർ, ഈ ആന്റിയുടെ പേര് ശ്യാമള എന്നാണ്. മരുത്തടിയിൽ നിന്നാണ് ആന്റി വരുന്നത്. ആന്റിക്ക് ഉണ്ടായ ഒരു അത്ഭുത സാക്ഷ്യത്തെ ആന്റി ഷെയർ ചെയ്യാണ്. ആന്റി പറയുന്നത് കൊറോണയ്ക്ക് മുമ്പ് നമ്മുടെ ഡെലിവറൻസ് മീറ്റിംഗിന് വന്നപ്പോൾ ഉണ്ടായ സാക്ഷ്യമാണ്. അഞ്ചലിൽ വന്ന കാര്യം എന്ന് പറഞ്ഞ 4 വർഷങ്ങൾക്ക് മുമ്പ്. കൊറോണ എന്ന് പറയാൻ 4 കൊല്ലമായി. 4 കൊല്ലം മുമ്പ് ഉണ്ടായ കാര്യം. ആന്റിക്ക് തൈറോയിഡ് സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു, മുഴയുണ്ടായിരുന്നു. തൈറോയിഡ് മുഴയുണ്ടായിരുന്നു. മീറ്റിംഗിൽ വന്നതിന് ശേഷം അതിനു മുമ്പ് പറഞ്ഞിരുന്നത് അത് സർജറി ചെയ്യണമെന്നാണ്. മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോയി ഡോക്ടറെ കണ്ടു. ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞു. മുഴയില്ല. ഇപ്പൊ പൂർണ്ണ സൗഖ്യത്തോടെ ആന്റി ആയിരിക്കുന്നു. ഒന്ന് എഴുന്നേറ്റ് ഒന്ന് കൈയടി കൊടുക്കേണ്ട കാര്യമോ? കാരണം കൊറോണയ്ക്ക് മുമ്പുണ്ടായ കാര്യമാ. ഇപ്പൊ 4 കൊല്ലം കഴിഞ്ഞു. ഇപ്പോഴും ഓക്കെ ആണെങ്കിൽ അത് ദൈവം ചെയ്തതല്ലാതെ പറ്റത്തില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേട്ടെ. ഒന്നും കൂടെ ചുണയായിട്ട് കൈയടിച്ചേ. ഇത് നമ്മളെയൊക്കെ നല്ല തൊണ്ടയായിട്ടായിരിക്കുന്നത്. മുഴയുള്ള തൊണ്ടയെന്ന് തോന്നുന്നില്ല. കണ്ടോ? എത്ര ഡോക്ടർ പരിശോധിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാണോ? ഏത് ഹോസ്പിറ്റൽ, എവിടെയാ കാണിച്ചത്? ഡോക്ടറുടെ വീട്ടിൽ പോയി കാണിച്ചത്. ഏത് ഡോക്ടറിന്റെ വീട്ടിലായിരുന്നു? ഡോക്ടറിന്റെ വീട്ടിൽ പോയി കാണിച്ചതാണ്. അന്ന് ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ തിരിച്ചിവിടെ അഞ്ചലിൽ വന്ന് 2 ദിവസത്തേക്ക് ഇതിന് വന്ന് കഴിഞ്ഞിട്ട് ഡോക്ടറെ വീട്ടിൽ പോയപ്പം പറഞ്ഞ് നീ ഓപ്പറേഷൻ ചെയ്യണ്ട. കാണാനില്ല. ഒരു സന്തോഷമുള്ള കാര്യമല്ലേ? ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. മിറക്കിൾ സൺഡേ അഞ്ചലിൽ ഏപ്രിൽ 28 രാവിലെ 8:30 മുതൽ. സ്ഥലം ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ, അഞ്ചൽ. ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് ക്യാമ്പ് തിരുവനന്തപുരം മെയ് 1, 2 തീയതികളിൽ ബ്രദർ ജോൺ താരു ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. സ്ഥലം കോട്ടയ്ക്കാട്ട് കൺവെൻഷൻ സെന്റർ, നവജീവൻ സ്കൂളിന് എതിർവശം, നാലാഞ്ചിറ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്ത് മെയ് 5 രാവിലെ 11 മുതൽ. ബിഷപ്പ് പെരേര ഹാൾ, നന്ദാവനം, തിരുവനന്തപുരം. TV പ്രേക്ഷക സംഗമം കണ്ണൂർ മെയ് 8 രാവിലെ 10:30 മുതൽ. സ്ഥലം IMA ഹാൾ, തളാപ്പ്, കണ്ണൂർ. TV പ്രേക്ഷക സംഗമം എറണാകുളത്ത് മെയ് 9 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. അനുഗ്രഹിക്കപ്പെട്ട അത്ഭുതങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ജീവിക്കുന്ന ഒരു ദൈവത്തെ അനുഭവിക്കാൻ കഴിയുന്നത് അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തി എല്ലാ ദിവസവും അത്ഭുതങ്ങളിൽ ജീവിക്കണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം. കാരണം നിങ്ങളൊരു സാധാരണ വ്യക്തിയല്ല, നിങ്ങൾ ദൈവരാജ്യത്തിലാണ് ആയിരിക്കുന്നത്. ദൈവരാജ്യത്തിലായിരിക്കുന്നതെല്ലാം അത്ഭുതങ്ങളാണ്. അത്ഭുതങ്ങളിൽ ജീവിക്കണം. ഓരോ ദിവസവും ഓരോ പ്രഭാതത്തിലും നിങ്ങളുടെ വായ് തുറന്നത് പറയണം. നിങ്ങളതിനെ കാണുവാനിടയാകണം. ഓരോ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുമ്പോൾ അതിന്മേൽ കർത്താവിൻ്റെ ഒരു പ്രവൃത്തിയെ കണ്ടാട്ടെ. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത്ഭുതമായി അനുഭവിക്കാനിടയാകും.
ഹല്ലേലൂയ. എന്നോടൊപ്പം ആയിരിക്കുന്നവർ ഒന്ന് കണ്ണുകൾ അടച്ചാട്ടെ. നിങ്ങളുടെ ജീവിതത്തിലായിരിക്കുന്ന നിരാശയുടെ, വേദനയുടെ എല്ലാ കാര്യങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. അപ്പോൾ ഞങ്ങൾ ഈ കുടുംബങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. ഇവരുടെ ലൈഫ് അനുഗ്രഹത്തിലേക്ക് വരട്ടെ, നന്മയിലേക്ക് വരട്ടെ. ഓരോ ദിവസവും അത്ഭുതത്തിൽ ജീവിക്കാൻ കഴിയട്ടെ കർത്താവെ. ഞങ്ങൾ ഇന്ന് കണ്ട സാക്ഷ്യങ്ങൾ പോലെ കർത്താവെ, ഓരോ ദിവസവും ഞങ്ങൾ കാണുന്ന ദൈവിക സൗഖ്യത്തെ, അനുഭവങ്ങളെ ഒക്കെ പോലെ കർത്താവെ, ഇവരുടെ ജീവിതം കർത്താവിനാൽ തൊടപ്പെടണം. ആ ദൈവിക അത്ഭുതങ്ങളിൽ ജീവിക്കണം അപ്പാ. ഓരോ ദിവസവും കർത്താവ് വഴി നടത്തുന്ന ഇവർ അനുഭവിക്കട്ടെ. അപ്പോൾ അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു യേശുവേ. അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു യേശുവേ. അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ആമേൻ. എനിക്ക് കാണാൻ കഴിയുന്നത്, കർത്താവിനോട് സംസാരിക്കുന്നത്, ക്യാൻസർ വന്നു, അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളെല്ലാം കഴിഞ്ഞു, ആരോഗ്യത്തോടായിരുന്ന ഒരു വ്യക്തി തൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ഒരു ബലഹീനതയിലാണ് ആയിരിക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ കരം ആ വ്യക്തിയെ തൊടുകയാണ്. കർത്താവെ, പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് വരട്ടെ അപ്പാ, പൂർണ്ണമായ അനുഗ്രഹത്തിലേക്ക് വരട്ടെ അപ്പാ. യേശുവേ, നിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു കർത്താവെ, നന്ദി പറയുന്നു കർത്താവെ. കർത്താവെ, അതോടൊപ്പം തന്നെ ഞങ്ങളെ കാണുന്ന ഓരോ കുടുംബങ്ങളിലും കർത്താവിൻ്റെ കരം ചലിക്കണം അപ്പാ. ദൈവിക അത്ഭുതങ്ങളിലും സൗഖ്യത്തിലും ജീവിക്കട്ടെ. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.